നോക്കൂ, ഏറ്റവും ഒടുവിൽ കേരളത്തിൽ ഒരു വിദ്യാർത്ഥി ക്യാമ്പസിൽ കൊല്ലപ്പെട്ടത് ധീരജ് രാജേന്ദ്രൻ എന്ന SFI പ്രവർത്തകൻ ഇടുക്കിയിൽ കൊല്ലപ്പെടുന്നു. ആ പ്രതികളെ സംരക്ഷിച്ചതും ചേർത്ത് നിർത്തിയതും മുഴുവൻ നിങ്ങളുടെ പാർട്ടി നേതാക്കളാണ്. KPCC അധ്യക്ഷൻ കുട്ടി എന്നും ഞങ്ങളുടെ കുട്ടികൾ എന്നും സ്നേഹോഷ്മളമായി കൊലപാതകം ചെയ്ത ആളുകളെ വിശേഷിപ്പിക്കുന്നതും പിന്നീട് നിങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലടക്കം അവർ പ്രധാനപ്പെട്ട പ്രവർത്തകരായി വരുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഇപ്പോ ഒരു ജില്ലാ അധ്യക്ഷനാണ്, അതാണ് എന്റെ അത്ഭുതം. ജില്ലാ അധ്യക്ഷനാണ് ഇങ്ങനെ ഒരു വലിയ അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇവരെയും ഞങ്ങളുടെ കുട്ടി മോൻ ചക്കര എന്നൊക്കെ പറഞ്ഞ് പാർട്ടി നേതൃത്വം ഓമനിക്കും താലോലിക്കും പാലൂട്ടി വളർത്തും. ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ രാഷ്ട്രീയം വേണ്ടത്? വിദ്യാർത്ഥി സംഘർഷങ്ങൾ കേരളത്തിൽ ഉണ്ടാകാറുണ്ട്, മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ഇതുപോലെ കമ്പിവടി എടുത്ത് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ തല തല്ലി പൊളിക്കുന്നത് ആദ്യമായിട്ട് കാണുകയാണ്. കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവ വേദിയിൽ ഉണ്ടായ വിദ്യാർത്ഥി സംഘർഷം സംസ്ഥാന വ്യാപകമാവുകയാണ്. SFI യൂണിറ്റ് സെക്രട്ടറിയെ വളഞ്ഞിട്ട് തല്ലിച്ചതച്ച KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരടക്കം 3 KSUക്കാർ പോലീസ് പിടിയിലായിട്ടുണ്ട്. അക്രമത്തിന് ശേഷം KSUക്കാർ ആംബുലൻസിൽ രക്ഷപ്പെടുകയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന സെൽഫികൾ നേതാക്കൾ തന്നെ സ്റ്റാറ്റസ് ആക്കിയത് നേതൃത്വത്തിന് തിരിച്ചടിയായി. നിങ്ങൾ പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക്, സംഘടനയുടെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് ഗുണ്ടകളെയാണോ റിക്രൂട്ട് ചെയ്യാറ്? യൂണിവേഴ്സിറ്റി കലോത്സവം തന്നെ അങ്ങ് അടിച്ച് തകർക്കാനുള്ള SFIയുടെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ വിഷയങ്ങളെല്ലാം അരങ്ങേറുന്നത്. കാണുന്ന ദൃശ്യം വളരെ വ്യക്തമാണ്. അതിലുള്ളത് KSUവിന്റെ ഭാരവാഹികളാണ്, അതിലുള്ളത് KSUവിന്റെ ജില്ലാ പ്രസിഡന്റാണ് ഗോകുൽ ഗുരുവായൂർ. നോക്കൂ, ഞാൻ ചോദിക്കുന്നത്, വിദ്യാർത്ഥി സംഘർഷത്തിൽ പെട്ടെന്ന് വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഉണ്ടാക്കി, തല്ലുണ്ടാക്കി എന്നുള്ളത് ഇതംപ്രഥമമായ സംഭവമായി ഞാൻ പറയുന്നില്ല. പക്ഷേ ജില്ലാ പ്രസിഡന്റിന്റെ കസേരയിൽ ഇരിക്കുന്ന ഒരു ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകൻ ഇങ്ങനെ ഒരാളെ കൊല്ലാവുന്ന വിധത്തിൽ, അതിമാരകമായ വിധത്തിൽ, പരുക്കേൽപ്പിക്കാവുന്ന വിധത്തിൽ ഇതുപോലെ അതിക്രമം കാണിക്കുന്നതിന്റെ ന്യായം എന്താണ്? നിങ്ങളാണ് KSUവിന്റെ MSFന്റെ യൂണിയനാണ് യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത്. കലോത്സവം നടത്തുക എന്നുള്ളത്, കലോത്സവം നല്ലതുപോലെ നടത്തുക എന്നുള്ളത് യൂണിയന്റെ ഉത്തരവാദിത്വമാണ്. തല്ലിയിട്ടല്ലോ കലോത്സവം നടത്തേണ്ടത്. കലോത്സവം നല്ലതുപോലെ നടത്തണം. പിന്നെ കലോത്സവങ്ങൾ നടക്കുമ്പോൾ യൂണിവേഴ്സിറ്റി പരാതികൾ വരും, ചില പ്രതിഷേധങ്ങൾ വരും. അവിടെ സ്റ്റേജിൽ